ആ ശരി മോനെ, ശരി മോനെ, ടാറ്റാ. നീ പറയുന്ന വെച്ച് നോക്കുമ്പോൾ ആരോ വളരെ പ്ലാനിങ്ങോട് കൂടി അത് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും നിന്റെ അച്ഛൻ രക്ഷപ്പെടാതിരിക്കാനാ കുത്തിയ ഗ്ലാസ്സിൽ വിഷം തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഭയങ്കര പ്ലാനിങ്ങാ. എന്റെ സംശയം റെഗുലറായിട്ട് സ്കെച്ച് ഇടുന്ന ആരോ ആണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന്. എടാ മണി ചേട്ടാ, സിറ്റിയിൽ സ്കെച്ച് ഇടുന്നവർ എത്ര പേരുണ്ടോ? ഒരു 4 പേരുണ്ട് ചേട്ടാ. അവരെയൊക്കെ ഫിഷിംഗ് ഹാർബറിലേക്ക് വരാൻ. ശരി ചേട്ടാ. ഓ വിഷമിക്കണ്ട ജീവ, നമുക്ക് കണ്ടുപിടിക്കാം. സത്യമായിട്ട് അറിയില്ലേട്ടാ, ജയറാമേട്ടൻ ഒരു മാറ്റം പറഞ്ഞിരുന്നേ. 1 മാസമായിട്ട് കൊച്ചിയിലായിരുന്നു, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. എടാ മണി, നീ ഇപ്പൊ തന്നെ ജയറാമിനെ ഒന്ന് വിളിക്കേ. അല്ല അതിന്റെ ആവശ്യമില്ലേട്ടാ. മൂലക്കിടക്കുമാറിന്റെ വൈഫ് ഓടിപ്പോയ കാര്യം അറിഞ്ഞില്ലേ? ഞാനാ വലിയ തുറയുള്ള എന്റെ വീട്ടിൽ കൊണ്ടാക്കിയത്. ഞാൻ വേണേ ഫോൺ വിളിച്ചു തരാം, ചേട്ടൻ ചോദിക്കേ. സംസാരിക്കേട്ടാ. ഉള്ളതാണെന്ന് ചോദിക്കേ. ചേട്ടാ ശരി ചേട്ടാ. എന്താടാ? പിള്ളേരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ജീവ, എല്ലാം കൊട്ടേഷൻ ടീമുകളാ. കാശിന് വേണ്ടി എന്തും ചെയ്യും. നീ ഏതോരത്തിനെ കണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിലുണ്ടോന്ന് നോക്ക്. ശരി ചേട്ടാ. ഏയ് ഏയ്, നേരെ നിൽക്കടാ, നേരെ നിൽക്കടാ. മാറാ അവിടെ, മാറാ, മാറ് മാറ്. എന്താണെങ്കിലും പേടിക്കാതെ പറയണം. നമസ്കാരം ചേട്ടാ. എന്താ ബാബു, നീ പോടാ. തൊഴിലൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലാതെ പോകുന്നു. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് ഒരു കൊട്ടേഷൻ തീർത്താ. പുതിയ വല്ലോ ചേട്ടാ? കഴിഞ്ഞ മാസം തോട്ടപ്പള്ളി ബ്രിഡ്ജിന്റെ അടുത്തൊരു സംഭവം ഉണ്ടല്ലോ, അത് നീ അറിഞ്ഞു? എനിക്കറിയില്ല. പഴയ പോലെ നടക്കുമോ? കുട്ടിയത്തെ ഓഡിറ്ററിനെ കൊന്നതിന് ശേഷം പോലീസിന്റെ ശല്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ വലുതായിട്ടൊന്നുമില്ല. അതെ ചേട്ടാ, വലിയ കൊട്ടേഷൻ ഒന്നും ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ പറ. ശരി ചേട്ടാ, അറിയുവാണെ പറയാം. ശരി, എന്നാ നീ വെക്ക്. വരട്ടെ ചേട്ടാ. ഓട്ടമണി ഇവരാരും അല്ല. നന്നായിട്ട് നോക്കിയോ? ഒരു കൊലപാതക. നമ്മുടെ ചേട്ടന് വേണ്ടപ്പെട്ട ആളാ. ആരാന്ന് നോക്കുമായിരുന്നു. ചേട്ടാ ചേട്ടാ ബാറ്റ് താ ചേട്ടാ, കളിക്കണം ചേട്ടാ. പറടാ, സത്യം പറ. സാറേ, എൻ്റെ ചേച്ചിയുടെ മോൻ അവന് വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തത്. ബാക്കിയുള്ള 4 പേര്
അവൻ്റെ കൂടെ പഠിക്കുന്നവരാ. നിന്റെ പെങ്ങളുടെ മുന്നിൽ ഫോൺ ചെയ്യടാ. ചെയ്യാനല്ലേ പറഞ്ഞു. ഹലോ, ആ പറയാം മാവാ. എവിടെയാടാ ഉള്ള? കോളേജ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നോണ്ടിരിക്കുക. അവിടെ തന്നെ നിൽക്കേ, ഞാനിപ്പോൾ വരാം. എന്താ മാവാ കാര്യം? വന്നിട്ട് പറയാം. ഹലോ, ആരാടാ? എൻ്റെ അമ്മാവനാടാ വിളിച്ചേ. ഇവിടെ അടുത്തുണ്ടെന്ന്, എന്നെ കാണാൻ വരുവാന്ന്. അയാൾ എന്തിനാടാ ഇങ്ങോട്ട് വരുന്നത്? അയാൾ അക്യൂസ്റ്റാണ്. അയാളോടൊപ്പം വെച്ച് കണ്ട പോലീസ് നമ്മളെ സംശയിക്കും. ഫോൺ ചെയ്ത് വരണ്ടാന്ന് പറ. അല്ലെങ്കിൽ നീ അങ്ങോട്ട് ചെല്ല്. ഫോൺ എടുക്കരുത്. നിക്കടാ. എടുക്കുന്നില്ലടാ. നിന്റെ അമ്മാവനായതുകൊണ്ട് മാത്രം ഞങ്ങൾ ശ്രമിക്കുന്നത്. നിന്നോട് എത്ര പ്രാവശ്യം പറയണം? മാ പടക്കണം. കൂടിപ്പോയെന്നാ ഇവൻ്റെ അമ്മാവനെ അങ്ങ് തട്ടണം. എന്തുവാടാ പറയുന്നത്? അമ്മാവൻ എന്ത് സഹായിച്ചു നമ്മളെ? എടാ ഇവൻ്റെ പേടി കണ്ടില്ലേ? ഡാ അമ്മാവൻ വന്നു. എടാ ഒരു മിനിറ്റ്. അതെ, അധികം സംസാരിക്കണ്ട, വേഗം വരണം. നോക്കാതടാ. എടാ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നണേ. മുഖത്ത് മുറിയുണ്ട്. അല്ല, എന്താ മാവാ? അമ്മാവനെ ആരാ അടിച്ചേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പറയാം മാവാ, എന്താ പറ്റിയേ? ആ